നിങ്ങൾ എങ്ങനെ സെലക്ഷൻ നടത്തുക? ഇപ്പൊ പുതിയ ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ, പാട്ടിൽ അറിവുണ്ടാവുക അല്ലെങ്കിൽ പാട്ട് പഠിച്ചിരിക്കണം എന്നൊരു കാറ്റഗറി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കണം, നിങ്ങളുടെ ഒരു ഫാമിലിയിൽ വരണം എന്നാണ്? ഈ രണ്ടെണ്ണത്തിൽ എന്താ നിങ്ങളുടെ ആദ്യത്തെ തോട്ട്? ഞങ്ങളുടെ ഫസ്റ്റ് തോട്ട് അതിനോടുള്ള ഇൻട്രസ്റ്റ്. അതായത് ജസ്റ്റ് നമ്മളെ ഇപ്പം നമുക്ക് എന്താണെങ്കിലും റീച്ച് ഉണ്ട്, അപ്പോൾ ആ റീച്ചിനെ മാത്രം ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരോട് ഇതിനേക്കാളും അപ്പം നമ്മളൊരു വൈബ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വൈബും ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയും. അപ്പം ആ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരാളായിരിക്കണം വരുന്നത്. അത് നമുക്ക് സംസാരിക്കുമ്പോൾ ഇന്ററാക്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇപ്പം ഇത്രയും ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാം. അപ്പം നമ്മൾ തീരുമാനിക്കും. ചിലപ്പോൾ നമ്മളൊന്ന് കൊണ്ടുവരും, പക്ഷേ ഇവനൊക്കെ വന്നു നമുക്കറിയാം. ഇപ്പം ഇവനൊക്കെ റിയാലിറ്റി ഷോയിൽ വന്ന് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈഷ്ണവൻ എനിക്ക് കണ്ടൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് ഇപ്പോൾ നമ്മൾ എല്ലാ പാട്ടും എനിക്ക് സ്വന്തമായിട്ട് ലീഡ് ചെയ്യണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോർമാറ്റ് അറിയാമല്ലോ, എല്ലാവരും ഒരുമിച്ച് പാടുന്നു. അപ്പം ചിലപ്പോൾ ഞാൻ ലീഡ് ചെയ്യും, ശ്രീലാൽ ലീഡ് ചെയ്യും, മനു ലീഡ് ചെയ്യും. അപ്പം വൈഷ്ണവന് ഇപ്പം ആദ്യം വന്നപ്പോൾ തന്നെ പുറകിലിരുന്ന് കുറച്ച് പാടിയാൽ മതി. അപ്പം അവനിപ്പം നേരെ ഞാൻ തന്നെ ലീഡ് ചെയ്ത എല്ലാ പാട്ടുകളും പാടണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ ഗ്രാജുവലി അവനും പാടും, ഉറപ്പായിട്ടും. അപ്പം നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഓരോരുത്തരും ബിൽഡ് ചെയ്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്.